Assalamu alaikum warahmatullahi wabarakatuh. Welcome back to our channel. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു 2-3 ദിവസത്തെ വിശേഷങ്ങൾ കാണിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ വില കൽപ്പിക്കുന്ന അല്ലെങ്കിൽ എനിക്ക് ഒത്തിരി സന്തോഷം ഉണ്ടാക്കിയ ഒരു ദിവസത്തെ വിശേഷങ്ങളും കൂടെ ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ മക്കൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തലേ ദിവസം കുറേ അധികം തന്നെ ചപ്പാത്തി ബാലൻസ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് അവർക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് വലിയ ജീരകം, ചെറിയ ജീരകം, പിന്നെ സവാള, കറിവേപ്പില, മല്ലിയില, ഉപ്പ് ആവശ്യത്തിന്, പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതൊന്ന് വഴണ്ട് വരുന്ന ഗ്യാപ്പിൽ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഈ ചപ്പാത്തിയൊക്കെ ഇല്ലേ നമ്മൾ നൂഡിൽസ് പോലെ, അതായത് നൂഡിൽസ് അല്ല സ്പെഗറ്റി ഒക്കെ ഇല്ലേ, കുറച്ച് വീതിക്ക് നൂഡിൽസ് കുറച്ച് വീതി ആയി കഴിഞ്ഞാൽ സ്പെഗറ്റി എന്ന് പറയും, അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അത് ശരിക്കും ഉണ്ടാക്കുന്നത് ചപ്പാത്തിക്കൊക്കെ ഉണ്ടാക്കുന്ന സെയിം മാവിൽ തന്നെയാണ്. നമ്മൾ മാവ് പരത്തിയതിന് ശേഷം കട്ട് ചെയ്തിട്ട് ചുടുവെള്ളത്തിൽ ഇട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുക. അത് ഞാൻ അതിൻ്റെ റെസിപ്പി മുമ്പ് ഒരു 2 വർഷം മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ വ്ളോഗിലുണ്ടാവും, വേണമെന്നുള്ളവർ അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. സിലു ടോക്സ് സ്പെഗറ്റി റെസിപ്പി എന്ന് പറഞ്ഞിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ അതൊന്ന് അതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് പകരം നമുക്ക് ചപ്പാത്തി ഉണ്ടെങ്കിൽ അതിലും ചെയ്യാം കേട്ടോ. പിന്നെ 2 നല്ല പഴുത്ത തക്കാളിയും വെളുത്തുള്ളിയും കൂടെ മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതാണ്, ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ, അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുമ്പോൾ റാഗി പൗഡർ ഇല്ലേ, ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ റാഗി പൗഡർ വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. നല്ല ഹെൽത്തി ആണല്ലോ കുട്ടികൾക്ക് രാവിലെ കൊടുക്കുമ്പോൾ. അപ്പോൾ റാഗി പൗഡർ അതുപോലെ ഒരു 2 ടീസ്പൂണോളം ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് പാലില്ലേ, ആ പാലൊരു 2 കപ്പ്, അതായത് 1 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കുക. നമുക്ക് എത്രയാണോ ക്രീമായിട്ട് വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മൾ ഇട്ട ആ റാഗി പൗഡറും കൂടെ മിക്സ് ആയിട്ട് വരുമ്പോൾ നല്ല ക്രീം പരുവത്തിൽ വരും. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇത് ഈസിയാണ്. പിന്നെ മക്കൾ ചപ്പാത്തി കഴിക്കൂല, അല്ലെങ്കിൽ ഈ പത്തിരി ഇതൊന്നും കഴിക്കില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ആക്കി കൊടുത്താൽ മതി. അതിന് സ്പെഷ്യലായിട്ട് വേറെ കറിയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ചപ്പാത്തി ഒക്കെ ഇല്ലേ, അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു ഗ്രേവി പോലെയുള്ള ഈ ഒരു ക്രീമില്ലേ, നന്നായിട്ട് ഇതിലേക്കൊക്കെ ഒന്ന് കോട്ടായിട്ട് വരണം. എന്നിട്ട് ഫ്രഷ് ക്രീമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് ഈസി ആയിട്ട് നല്ല ക്രീമി ആയിട്ടുള്ള പാസ്ത, ഞാനിതിന് പാസ്ത എന്നാണ് പറയുന്നത്, പാസ്ത ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചപ്പാത്തി വെച്ചുകൊണ്ടുള്ള പാസ്ത കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ മാരേജ് ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ പെണ്ണിനെ നമ്മൾ അവിടുന്ന് അവരുടെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ടാൻ പോകണം. അതൊരു ഓഡിറ്റോറിയത്തിലാണ് കേട്ടോ ഫംഗ്ഷൻ ഉള്ളത്, കോയമ്പത്തൂരാണ്. അപ്പോൾ അതേ ഞാൻ റെഡി ആവാനായിട്ട് പോവാണ്. റെഡി ആവുന്നതിന് മുമ്പ് ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്യണം കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഡെർമാവേവിന്റെ ഹൈഡ്ര ക്ലെൻസർ ആണ് എടുത്തിട്ടുള്ളത്. ഇതിൽ വന്നിട്ട് നാച്ചുറൽ കൊളൈഡൽ ഓട്ട്മീൽ അടങ്ങിയതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനെ ഡ്രൈ ആക്കാതെ ഹൈഡ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുമാതിരി ഡ്രൈ ഒന്നും ആവില്ല. പിന്നെ അതുപോലെ ഡെഡ് ടിഷ്യൂസ് സെൽസ് ഒക്കെ പോകുന്നതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് പെട്ടെന്ന് നല്ല ബ്രൈറ്റ് ആയിട്ട് തോന്നും കേട്ടോ. ഇതിന്റെ ടെക്സ്ചർ എങ്ങനെയാണെന്നുള്ളത് കാണിക്കാവേ. ഇതുപോലെയാണ് കേട്ടോ ഉള്ളത്. അതിൽ ഓട്ട്മീൽ നമ്മുടെ സ്കിന്നിനെ ഭയങ്കര ഹൈഡ്രേറ്റ് ചെയ്ത് നിലനിർത്തും. അപ്പൊ ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പൊ അതേ ഫേസ് വാഷ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. സ്കിന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്തത് മോയ്സ്ചറൈസിംഗ് ലോഷൻ അപ്ലൈ ചെയ്യണം ഫേസിലേക്ക്. ഇതിൽ വന്നിട്ട് വൈറ്റമിൻ ഇ ഉണ്ട്. ന്യൂട്രിഡേമിന്റെ മോയ്സ്ചറൈസിംഗ് ലോഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതെല്ലാം തന്നെ ഓസ്ട്രേലിയൻ മെയ്ഡ് ആണ് കേട്ടോ. ഇത് വന്നിട്ട് നമുക്ക് സ്കിന്നിന് ഒരു ആന്റി ഏജിങ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതുപോലെ മേക്കപ്പിന് മുമ്പ് ഒരു ബേസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നന്നായിട്ട് മേക്കപ്പ് ഒക്കെ ഇങ്ങനെ ഗ്ലൈഡ് ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. പുറത്തു പോകുമ്പോഴൊക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഫേസിന്റെ കഴിഞ്ഞാല് കഴുത്തിലും കയ്യിലും ഒക്കെ ഇല്ല, ബാക്കിയുള്ള പോർഷൻസിലൊക്കെ ഈ ഡെർമാവൈവിന്റെ മോയ്സ്ചറൈസിംഗ് ലോഷൻ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഞാനിത് ജസ്റ്റ് കയ്യില് ഈ പുറമെ കാണുന്ന ഈ ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ സ്കിന്നിന്റെ pH ബാലൻസ് ചെയ്ത് നിലനിർത്താനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വാങ്ങാനുള്ള ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, കയറി ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഓൾ സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാം കേട്ടോ. ഇത് വന്നിട്ട് നമ്മൾ ഒരാഴ്ച മുമ്പ് കഴിഞ്ഞൊരു സംഭവമാണ്. ഏതായാലും അതും കുറച്ച് ക്ലിപ്സൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എല്ലാ വിശേഷങ്ങളും കൂട്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ എടുക്കുന്നത്. പിന്നെ ചിലവർ ഞാൻ എങ്ങനെ ഹിജാബ് ചുറ്റാൻ ചോദിക്കുന്നുണ്ട്. ഭയങ്കര ഈസി ആയിട്ടും ഭയങ്കര ബോറായിട്ടാണ് ഞാൻ ചുറ്റുന്നത്. ഒന്നാമത്തത് ഫ്രണ്ട് പോർഷൻ കവർ ചെയ്യാനും വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഹിജാബൊക്കെ ചെറിയ വീതി കുറവായിരിക്കും, ചിലപ്പോൾ നീളമൊക്കെ കുറവായിരിക്കുമല്ലോ. അപ്പോൾ അതിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് പാടാണ് കേട്ടോ. അപ്പോൾ ചിലതിലേക്ക് അത്യാവശ്യം ഷോളൊക്കെ ഇങ്ങനെ കയറി പോകാറൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനതില്ലാതിരിക്കാൻ ഇതുപോലെ എൻ്റെതായിട്ടുള്ളൊരു സ്റ്റൈലിലാണ് ഞാൻ
അങ്ങനെ കുത്തുന്നത്. 2 സൈഡും എടുത്തിട്ട് ഇങ്ങനെ ലെയർ വെച്ച് കൊടുത്തിട്ട് ചെയ്യും. പിന്നെ ഞാനിപ്പോൾ ഈ മുട്ടസൂചി മീൻസ് ഈ ഒരു പിന്നെ വായിൽ വെച്ച പോലെ ആരും ചെയ്യരുത്. ഇതുപോലെ വെച്ചിട്ട് സൂചി നേരെ വയറിലേക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ട്, മീൻസ് ഉള്ളിലേക്ക് കയറിപ്പോയിട്ടുണ്ട്. അത് അപകടമാണ്. ഞാൻ വീഡിയോയിൽ കാണിക്കുമ്പോൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതൊരു എൻ്റെ എത്തിക്സിനെ ബാധിക്കുമല്ലോ, അതാണ് കേട്ടോ പറഞ്ഞത്. ആരും അങ്ങനെ ചെയ്യരുത്. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എനിക്ക് വേറെ എവിടെയും വെക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് അങ്ങനെ വായിൽ വെച്ചതാണ്. എന്നിട്ട് ഞാൻ പണ്ടില്ലേ ഇതുപോലെയുള്ള കളർ ബീഡ്സ് വന്നിട്ട് ഇങ്ങനെ വരിവരിക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ കുത്തിയേക്കും. അപ്പോൾ കാണാൻ നല്ല സ്റ്റൈലുണ്ടാവും. പിന്നെ അത് ദിവസം എനിക്ക് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവം ചെയ്യാനായിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരു ലാൻഡ് വാങ്ങിയിട്ടുണ്ട്, അന്ന് വാങ്ങിയില്ലേ, അതിൻ്റെ വേറൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് പൈസയൊക്കെ ഇങ്ങനെ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പൈസ കൂട്ടി വെച്ചിട്ട് അത് ഇടയ്ക്ക് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേ. പൈസ തികയാണ്ടും പിന്നെ പെട്ടെന്ന് കൊടുക്കേണ്ടി വരും. ഞാൻ പിന്നെ നട്ടം തിരിച്ചലും പറഞ്ഞ പോലെ അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ. അപ്പോൾ അതും ഭയങ്കര സന്തോഷമുള്ളൊരു സംഭവമായിരുന്നു. അങ്ങനെ തികച്ചിട്ട് കുറച്ച് പൈസ തികഞ്ഞില്ല, പക്ഷെ ഉള്ളത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ അതും കൂടെ പൈസ ചെക്ക് എഴുതി കൊടുത്താണ് അവർക്ക്. അന്ന് പെട്ടെന്ന് രാവിലെ തന്നെ വേണമെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ പരിപാടിക്ക് പോണതിന് മുമ്പ് അതും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ നല്ല ദേഷ്യത്തിലും സങ്കടത്തിലുമുള്ള എൻ്റെ ഒരു മോന്തയാണ് ഈ കാണുന്നത്. അന്നത്തെ ദിവസം ഭയങ്കര സങ്കടമായി. കുറേയൊക്കെ ഇങ്ങനെ ചില സമയം നമ്മളിങ്ങനെ പിടിച്ചെടുക്കാൻ നോക്കും, പക്ഷെ അവസാനം കൈവിട്ട് പോകാമെന്നൊക്കെ പറയില്ല, എന്ന പോലെ അന്നൊരു സങ്കടവും ഉണ്ടായിരുന്നു. അതാണ് മോന്ത ഇങ്ങനെ ഇരിക്കുന്നത്, ആരും ഒന്നും വിചാരിക്കരുത് ഗൈസ്. പിന്നെ അതേ മാല ലാസ്റ്റാണ് പിന്നെ ഇടാൻ തോന്നിയത്. പിന്നെ ഞാൻ ഈ ബെൽറ്റ് ഇട്ടത് ലാസ്റ്റ് ഊരിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ എന്താ പറയുക സ്റ്റൈൽ ചെയ്ത് ഇങ്ങനെ നോക്കിയതാണ്, പക്ഷെ എനിക്കെന്തോ അന്ന് മൊത്തത്തിലൊരു മൂഡ് ഓഫ് ആയതുകൊണ്ട് ഒന്നും സെറ്റായില്ല. പിന്നെ ഞാൻ അതൊക്കെ ഊരിയിട്ടുണ്ടേ. അപ്പോൾ അതേ നമ്മൾ റെഡിയായി. ചെരുപ്പോ ഷൂ ഒന്നും ഇവിടെ കാണാനില്ല. എനിക്ക് വല്ലത് കിട്ടുമോ മാഡം? പഴയ ഷൂ ആയിട്ട് ഒപ്പിച്ച് നടക്കണം ഞാൻ. ഡ്രസ്സൊക്കെ നന്നായിരിക്കും, പക്ഷെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഷൂ ആരെങ്കിലും നോക്കിയാണ്ടല്ലോ നല്ല രസമുണ്ടോ, കളിയാക്കും. ഒട്ടച്ചാണ് ഇവിടെ ചുമ ഇവിടെ ചിരിക്കും. അങ്ങനെ ഞാൻ റനക്കുട്ടീനത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി തൊട്ടിട്ട് നമ്മൾ ഹിജാബൊക്കെ ചുറ്റി നമ്മൾ ഒരേപോലെ നല്ല സുന്ദരി കുട്ടപ്പിളയായിട്ടാണ് പോവാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സോപ്പ് ഇട്ടിട്ട്, സോപ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല, പറഞ്ഞാൽ അവൾ അനുസരിക്കും. അങ്ങനെ അതേ അനുസരിച്ചിട്ട് നല്ല രസത്തിൽ അവൾ ഹിജാബൊക്കെ ചുറ്റിയിട്ടുണ്ട്. പിന്നെ അതേ നമ്മൾ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൂടെ വരുന്നത് എൻ്റെ കസിൻ, അന്ന് പറഞ്ഞിട്ടില്ലേ ഇനി പെണ്ണ് കെട്ടാനുള്ള അടുത്ത പുയ്യാപ്പിളയാണ്, അവന് വക്കീലാണ് കേട്ടോ. എവിടെയെങ്കിലുമൊക്കെ നല്ല പെൺകുട്ടികളുണ്ടെങ്കിൽ ഇവിടെ പാലക്കാട് ഉള്ളെങ്കിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞോളി. പിന്നെ അത് കഴിഞ്ഞ് ഇതേ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് പരിപാടി ഉണ്ടായിരുന്നത്. നമ്മൾ അങ്ങോട്ട് പോയി. ഞാനൊരു വസ്തു കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. തിരക്കിലിങ്ങനെ റെഡി ആവുന്ന നേരത്തൊന്നും കഴിക്കാനും ഒന്നിനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പോയിടണം തന്നെ ഭയങ്കര വിശപ്പായിരുന്നു. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടേഴ്സൊക്കെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ അത് അപ്പോഴേക്കപ്പം നമ്മൾ മൊത്തത്തിൽ കാലിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അല്ല അടിപൊളി മട്ടൻ ബിരിയാണിയും പിന്നെ ഒരു ഗ്രീൻ കളർ ചിക്കൻ്റെ ഒരു സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് വന്നിട്ട് എന്തോ റൗണ്ടിൽ ചിക്കൻ്റെ എന്തോ ഒരു സംഭവം, അതും നല്ല ടേസ്റ്റ് ഒക്കെ എന്തോ സംഭവം ഒന്നും പേരറിയില്ല. പിന്നെ ചിക്കൻ, പിന്നെ ബ്രെഡ് ഹൽവ അടിപൊളിയാണ്. ഈ കോയമ്പത്തൂരൊക്കെ കിട്ടുന്ന ബ്രെഡ് ഹൽവ നമ്മുടെ ഇവിടെ അപൂർവം ചില കല്യാണങ്ങളിൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പം ഞാൻ അതും പ്രതീക്ഷിച്ച് പോയതായിരുന്നു. അതും നമ്മൾ ഫുള്ളായിട്ട് കാലിയാക്കി. ബേബി പിന്നെ ചോറ് ബിരിയാണി ഒന്നും അധികം കഴിക്കില്ല. അപ്പം ഞാൻ ചെയ്യും ഈ ബ്രെഡ് ഹൽവയും ചോറും കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് കൊടുക്കും. ആ ഒരു എരിവ് ബാലൻസ് ചെയ്യാനും വേണ്ടിയിട്ട് അവൾ കഴിക്കുകയും ചെയ്യല്ലോ. അങ്ങനെ ബേബിക്കും ഒക്കെ കൊടുത്തിട്ട് ഒറ്റക്കൈയിൽ വെച്ചിട്ട് കഴിക്കാൻ നല്ല പാടുണ്ടായിരുന്നു ഗൈസ് അന്നത്തെ ദിവസം. പിന്നെ ദേ അവിടെ തമിഴ്നാട്ടിൽ എല്ലാ കല്യാണത്തിനും ഇങ്ങനെ സ്പെഷ്യലായിട്ട് ഉണ്ടാവും തോന്നുന്നു ബീഡ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബീഡ എന്ന് പറയുമ്പോൾ നല്ല സംഭവങ്ങളൊക്കെയാണ് കേട്ടോ, അതിൽ വേറെ ഇതൊന്നുമില്ല. പിന്നെ അതേ ഐസ്ക്രീം ഒരു സ്കൂപ്പ് തന്നപ്പോൾ ഞാൻ ഇനി പറ്റൂല എനിക്കൊന്നും കൂടെ വേണമെന്നുള്ള പോലെ നീട്ടിക്കൊണ്ടേയിരുന്നു. അപ്പോൾ അവരവസാനം രണ്ടാമത്തെ സ്കൂപ്പും കൂടെ തന്ന്. പിന്നെ ഈ ഒരു സ്വീറ്റ്സ് അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഗുലാബ് ജാമുനും തൊട്ടടുത്തുള്ള എന്തോ ഒരു സംഭവം, അതെന്താണെന്നുള്ള അറിയില്ല, പക്ഷെ അടിപൊളി ടേസ്റ്റാണ്. അതിങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കാൻ സൂപ്പറായിട്ടുണ്ടാവും കേട്ടോ നമ്മൾ ഐസ്ക്രീമും ഇതൊക്കെ. പിന്നെ അതേ നമ്മൾ കസിൻസും പിന്നെ ചെച്ചാണിയും എല്ലായിടത്തും കുറേ നേരം സംസാരിച്ചൊക്കെ നിന്ന്. പിന്നെ ഇത് നമ്മുടെ അനിയത്തിയാണ്. അപ്പോൾ ഇടയിൽ കൂടെ ഞാൻ നമ്മുടെ കല്യാണ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തന്നതാണ് കേട്ടോ. പിന്നെ ഇതേ മക്കളുടെ ടിഫനിൽ നമ്മുടെ പാസ്ത ഒക്കെ ഒന്ന് ആക്കി വെക്കുന്നുണ്ട് 3 പേർക്കും. ഇപ്പോൾ മറ്റേ ടിഫനല്ല, അപ്പോൾ തൽക്കാലം തിരക്ക് പിടിച്ച ദിവസങ്ങളിലൊക്കെ നമ്മൾ ഇങ്ങനത്തെ നോർമൽ ടിഫനാണ് കൊടുത്തു വിടുക. കാരണം രാവിലെ അത്രയും സാധനങ്ങൾ ഉണ്ടാക്കാനും ആക്കി കൊടുക്കാനും ഒന്നും പറ്റൂലല്ലോ. പിന്നെ ഇതേ മക്കൾക്ക് ബാക്കി വാരിയും കൂടെ കൊടുക്കുന്നുണ്ട്. ചപ്പാത്തിയിൽ പീനട്ട് ബട്ടർ തേച്ചിട്ടും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് ഇതും ഇഷ്ടപ്പെട്ടപ്പോൾ ഇതും ചോദിച്ചപ്പോൾ അതും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഹയാനും ഇതേ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
മക്കളുടെ ഓൺലൈൻ ട്യൂഷൻ ഒരുപാട് പേര് ചോദിക്കുന്നില്ലേ? ട്യൂട്ടർ ഡൂഡ് എന്ന് പറഞ്ഞിട്ട് നല്ല അടിപൊളി ഒരു ട്യൂഷൻ ഉണ്ട് ഓൺലൈനായിട്ട് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ളത്. അത് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തി തരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചെടികൾക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിക്കുക എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. കഞ്ഞിവെള്ളം ഈ ഒരു ഡ്രമ്മിൽ ഒഴിച്ച് വെച്ചില്ലേ, അപ്പോൾ അത് നന്നായിട്ട് പുളിച്ച് വരും. അപ്പോൾ അതിലേക്ക് ബാക്കി വെള്ളം വന്നിട്ട് മിക്സ് ചെയ്ത് 7 ഇരട്ടിക്ക് കൂടുതൽ വെള്ളം മിക്സ് ചെയ്തിട്ട് നമ്മുടെ ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നല്ല ഒരു എന്താ പറയുക ഫെർട്ടിലൈസറോ വളം ഒക്കെ ആണ് കേട്ടോ. പിന്നെ അത് എൻ്റെ അത്യാവശ്യം ഇപ്പോൾ കുറച്ച് മുളക് ചെടികളൊക്കെ ഉണ്ട്, അതിലൊക്കെ മുളകൊക്കെ വന്നിട്ടുണ്ട്. ചിലതൊക്കെ നമ്മുടെ വേസ്റ്റ് ഇല്ലേ അത് ഇട്ടിട്ട് അങ്ങനെ വന്നതും കൂടിയാണ്. പിന്നെ ആനക്കൊമ്പൻ വെണ്ടയാണ് കേട്ടോ ഇതും കൂടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പൂത്തിട്ടില്ല, ചെറുതായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ചെടികളൊക്കെ ഇങ്ങനെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. പിന്നെ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി മക്കൾക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെയ്സുക്ക് മുമ്പ് ഉണ്ടായിരുന്നില്ലേ, കാല് വളഞ്ഞിട്ട്, അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ടൈമിൽ ഞാനും ബേബിയും കൂടെ അങ്ങനെ പുറത്ത് കുറച്ച് നേരം, ഒരുപാട് നേരം നമുക്ക് ഇരിക്കാൻ പറ്റില്ല, കുറച്ച് നേരമൊക്കെ ഇങ്ങനെ വെയിൽ കൊണ്ടിട്ട് നിൽക്കും. ആ ഒരു ഗ്യാപ്പിലാണ് ഞാനും ബേബിക്ക് ഫുഡും കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നേരെ നമ്മുടെ റനക്കുട്ടിയുടെ മുറിയാണ് കേട്ടോ. ഇതിൽ വന്നിട്ട് ഈ ഒരു കട്ടിൽ ഞാൻ ഫുള്ളായിട്ട് കാണിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. നമ്മൾ ഐക്കിയിൽ നിന്നും പർച്ചേസ് ചെയ്ത കട്ടിൽ, ബെഡ്, പിന്നെ അലമാറ, പിന്നെ സൈഡിൽ വന്നിട്ട് ബുക്ക് ഷെൽഫ്, പിന്നെ ടേബിൾ, ഇതും കൂടെയൊക്കെ ഉള്ള മൊത്തത്തിൽ ഒരു സംഭവമാണ് കേട്ടോ. ഞാൻ കാണിച്ചിട്ടില്ല, സെപ്പറേറ്റ് കാണിക്കണം എന്ന് വിചാരിച്ചിട്ട് ഇരിക്കായിരുന്നു. പക്ഷേ നമ്മുടെ ഓരോ തിരക്കായിട്ട് നമുക്കൊന്നും കാണിക്കാനായിട്ട് പറ്റിയിട്ടില്ല. പിന്നെ ഹോം ടൂർ വേണമെന്ന് ചിലർക്ക് ചോദിക്കുന്നുണ്ട്. പുതിയതായിട്ട് നമ്മളിപ്പോൾ പണിയെടുത്തതിന് ശേഷമുള്ളത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യും, ഞാൻ നോക്കട്ടെ എപ്പോഴാണ് ഇടാൻ പറ്റുക നോക്കിയിട്ട്. കൂടുതൽ കമൻറ്റ് വരികയാണെങ്കിൽ ഇൻഷാല്ലാ ഞാൻ ഹോം ടൂറും കൂടെ കാണിച്ചു തരാം ഇപ്പം നമ്മുടെ വീട് എങ്ങനെയൊക്കെയാണെന്നുള്ളത്. പിന്നെ ഈ സൈഡ് നമ്മുടെ റനക്കുട്ടി അറിയാലോ, രാവിലെ 6:30 ആകുമ്പോഴേക്കും അവൾ പോകുമ്പോൾ തന്നെ മൊത്തം എല്ലാം തലേ ദിവസം പഠിച്ച് കിഴിച്ച് എന്ന് പറയില്ല എന്നപോലെ എല്ലാ ബുക്സൊക്കെ വാരി വലിച്ചിട്ടിട്ടായിരിക്കും പോവുക. ചില സമയം അവൾ നീറ്റായി വയ്ക്കും, ചില സമയം അവൾക്ക് പറ്റില്ല. പിന്നെ ഈ ഒരു അലമാര ഫിക്സ് ചെയ്യുന്ന ആ ഒരു സമയം എന്ന് പറയുമ്പോൾ ഭയങ്കര ഭൂകമ്പങ്ങളൊക്കെ ഇവിടെ ഉണ്ടായ ഒരു സമയത്താണ് കേട്ടോ ഫിക്സ് ചെയ്തത്. ശരിക്കും അതുകൊണ്ടാണ് നമുക്കിതൊന്നും കാണിക്കാൻ പറ്റാതിരുന്നത്. അപ്പോൾ ഇതിൽ ബാക്കിയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഫിക്സ് ചെയ്യാനും കൂടി ഉണ്ടായിരുന്നു. അതൊക്കെ നിങ്ങളെ കാണിച്ചിട്ട് ഫിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ വെച്ചിരിക്കുന്നു. അപ്പോൾ അത് ഇനിയും ഇങ്ങനെ നീണ്ടു പോയിക്കൊണ്ടേയിരിക്കുന്നു പറഞ്ഞിട്ട് ഇന്ന് ഞാൻ ജസ്റ്റ് അത് കയ്യിൽ കിട്ടിയ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒന്ന് ഫിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഉപകാരമാണ് ഈ ഒരു കട്ടിൽ. പക്ഷെ എല്ലാവർക്കും ഉപകാരമാവില്ല. കുട്ടികൾക്ക് മേലെ കയറി കിടക്കുന്ന ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. പിന്നെ മേലെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഫാൻ കാറ്റ് തീരെ കിട്ടൂല. AC റൂമൊക്കെ ആണെങ്കിൽ പിന്നെയും ശരി. നിങ്ങൾ ചോദിച്ചൊരു കാര്യം ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ. നമ്മുടെ മക്കളുടെ ഓൺലൈൻ ട്യൂഷൻ കണ്ടിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, ഇത്ത ഫീസൊക്കെ കുറവായിട്ട് നല്ല ക്വാളിറ്റിയുള്ള ട്യൂഷൻ സെന്റർ ഏതെങ്കിലും ഉണ്ടെങ്കിൽ പരിചയപ്പെടുത്തുമോ എന്നുള്ളത്. അങ്ങനെ ഒരു ട്യൂഷൻ സെന്റർ അന്വേഷിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. KG സെക്ഷൻ തൊട്ടിട്ട് +2 വരെയുള്ള കുട്ടികൾക്ക് വീട്ടിലിരുന്നുകൊണ്ട്, ലോകത്ത് എവിടെയും പഠിക്കുന്ന കുട്ടികൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന നിലയിൽ പഠിപ്പിക്കുന്ന ഒരു ട്യൂഷനാണ്. ഇതിന്റെ പ്രത്യേകത എന്താന്ന് പറയുമ്പോൾ നമ്മുടെ മക്കളുടെ ചിന്താശേഷിയൊക്കെ വർദ്ധിപ്പിക്കുന്ന രീതിയിൽ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഇവർ പരിചയസമ്പന്നരായ ടീച്ചേഴ്സ് എടുത്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ 24/7, അതായത് നമ്മുടെ മക്കൾക്ക് സ്കൂളിൽ പഠിച്ച കാര്യം പെട്ടെന്ന് ചിലപ്പോൾ രാത്രി 10 മണിക്കോ ഇനിയിപ്പോൾ 8 മണിക്കോ എപ്പോഴാണ് സംശയം ഉണ്ടാവുക പറയാൻ പറ്റില്ല അല്ലെ. അങ്ങനെ ഏത് ടൈമിലും ആണെങ്കിലും അവരെ ടീച്ചേഴ്സിനോട് ഈ സംശയ നിവാരണങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് പാരന്റ്സിന് എന്തെങ്കിലുമൊക്കെ കുട്ടികളുടെ കാര്യങ്ങൾ അന്വേഷിക്കാനും പിടിക്കാനൊക്കെ ഏത് സമയമാണെങ്കിലും നമുക്ക് ഇവരോട് അന്വേഷിക്കാം. പിന്നെ അതുപോലെ ചെറിയ കുട്ടികളുടെ കിൻഡർ ക്ലാസ്സസ് എന്നൊക്കെ പറയുമ്പോൾ മക്കളെ ഭയങ്കര തമാശ രൂപേണ അവരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്ലാസ്സിലാണ് ഇവർ ഇരുത്തുന്നത്. അതുകൊണ്ട് തന്നെ മക്കൾ കരിയും എന്നുള്ള പേടിയൊന്നും വേണ്ട, അവർ ഇൻട്രസ്റ്റിംഗ് ആക്കി അങ്ങനെ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകും. പിന്നെ ഇനിയൊരു വേറെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഫീസ് സ്ട്രക്ചർ ആണ് വരുന്നത്. നിങ്ങൾക്കിപ്പം ഒന്നിച്ച് കെട്ടാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഫീസ് കെട്ടാനുള്ള അവസരം കൂടി ഇവർ നൽകുന്നുണ്ട്. കസ്റ്റമൈസ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും ഇവർ എടുത്തു കൊടുക്കുന്നത്. അതുപോലെ ചാപ്റ്റർ വൈസിലുള്ള എക്സാംസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ കുട്ടികൾക്ക് മോട്ടിവേഷനും ആർട്ട് വൈസും ഒക്കെ ക്ലാസ് ഒക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇരിക്കാനും വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് അങ്ങനത്തെ കുറച്ച് ക്ലാസ്സസും കൊടുക്കുന്നുണ്ട്. പിന്നെ ഫ്രീ ഡെമോ ക്ലാസ് ഉണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇപ്പൊ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫ്രീ ഡെമോ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാനും പറ്റും. പിന്നെ അതുപോലെ ഫൗണ്ടേഷൻ കോഴ്സ് നമ്മുടെ മക്കൾക്ക് ഇംഗ്ലീഷിലോ മാത്സിലോ ഹിന്ദിയിലോ മലയാളത്തിലോ എന്തെങ്കിലും ഫൗണ്ടേഷൻ ബേസ് അവർക്ക് കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിൽ 20 days കൊണ്ട് ശരിയാക്കി കൊടുക്കാനുള്ള പ്രത്യേകതരമായിട്ട് കസ്റ്റമൈസ് ചെയ്ത് മക്കൾക്ക് വേണ്ടിയിട്ട് അവർ ചെയ്തു കൊടുക്കുന്ന നല്ല ക്ലാസ്സസ് അവൈലബിൾ ആണ്. അതുപോലെ വെക്കേഷൻ ടൈം നമുക്ക് ഉപകാരപ്പെടുത്താനും വേണ്ടിയിട്ട് ഭയങ്കര ചെറിയ ഫീസിൽ
ഹിന്ദി, മലയാളം, മാത്സിന് ഫൗണ്ടേഷൻ കോഴ്സ് കൊടുക്കുന്നുണ്ട്. നല്ല ചെറിയ ഫീ ആണ് കേട്ടോ. നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു 10 ദിവസത്തിനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. കസ്റ്റമൈസ് ചെയ്തിട്ടാണ് അവർ സിലബസ് എടുക്കുന്നത്. മക്കൾക്ക് പെട്ടെന്ന് എങ്ങനെ പഠിപ്പിച്ചെടുക്കാൻ പറ്റും എന്നൊക്കെ നോക്കി പഠിച്ച് അതിന്റെ രീതിക്കാണ് എടുക്കുന്നത്. അപ്പൊ ആർക്കെങ്കിലും ഒക്കെ ഈ ഒരു ട്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അവരുടെ ഫോൺ നമ്പർ താഴെ എഴുതി കാണിക്കുക. അവരെ ജസ്റ്റ് ഒന്ന് വിളിച്ച് ചോദിക്കുക. എന്തായാലും ഫീസ് അഫോർഡബിൾ ആണ് കേട്ടോ. പിന്നെ അതുപോലെ ഞാൻ കമന്റിൽ പിൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. പിന്നെ നമ്മളെപ്പോൾ കോയമ്പത്തൂർ പോയിട്ട് വരാണെങ്കിലും വഴിയിൽ ഈ ജിഗർദണ്ട ഉണ്ടാവും. മധുരൈ ജിഗർദണ്ട എന്ന് പറഞ്ഞിട്ട് അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളും കോയമ്പത്തൂരൊക്കെ പോയിട്ട് വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ ആയിട്ടുള്ളൊരു സംഭവമാണ്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഒരു സ്വീറ്റ്, അതായത് സ്വീറ്റാണ്. ഐസ്ക്രീമും അവരുടെ സ്പെഷ്യൽ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഉള്ള അടിപൊളി സംഭവമാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ റനക്കുട്ടി ഇങ്ങനെ വഴിയിൽ നോക്കിയിട്ട് വരുന്നുണ്ടായിരുന്നു. ജിഗർദണ്ട വാങ്ങിത്തായോ അതിനും വേണ്ടിയിട്ട് കുറേ സ്പേസ് ബാക്കി വിട്ടിട്ടുണ്ട് കഴിക്കാതെ എന്ന് പറഞ്ഞിട്ട്. പിന്നെ അതും കൂടെ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ഈ നമുക്കിഷ്ടപ്പെട്ട സാധനങ്ങൾ കഴിക്കാനൊക്കെ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നുണ്ട്. പണ്ട് പക്ഷെ അങ്ങനെയല്ല കേട്ടോ. കുറേ അയ്യോ അങ്ങനെ ചെയ്തു, അങ്ങനെ ആവില്ലേ, ഇങ്ങനെ ചെയ്തു, അങ്ങനെ ആവില്ലേ, ആ പൈസ ഉണ്ടെങ്കിൽ ഇതിനാവില്ലേ എന്നൊക്കെ ചിന്തിക്കും. അതൊക്കെ വെറുതെയാണ്. നമ്മുടെ കാര്യങ്ങൾ ഫസ്റ്റ് നമ്മൾ നോക്കുക. അത് എനിക്ക് ഏറ്റവും കൂടുതൽ പഠിപ്പിച്ചത് എൻ്റെ റനക്കുട്ടിയും എൻ്റെ ലൈഫ് എക്സ്പീരിയൻസും കൂടിയാണ്. പിന്നെ അതേ അങ്ങനെ നമ്മൾ ടോളൊക്കെ എത്തിയിട്ടുണ്ട്. അതിനുശേഷം എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാക്കിയ മറ്റൊരു സംഭവമാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അതായത് മക്കളുടെ സ്കൂളിലേക്ക് ഇത് വേറൊരു ദിവസത്തെ വ്ളോഗാണ്. മീൻസ് വേറൊരു ദിവസത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത്. രാവിലെ തന്നെ വ്ളോഗ് എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് പാസ്തയാണ് ഉണ്ടാക്കുന്നത്. അതിനും വേണ്ടിയിട്ട് ക്രീം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് വന്നിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ റാഗി കൊണ്ട് തന്നെയാണ് ക്രീം ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത അതിലേക്ക് മിക്സ് ചെയ്ത് എടുത്തു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതേ ഇടയിൽ കൂടെ വന്നിട്ട് നമ്മൾ ചുച്ചുക്കുട്ടീനൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. ഇന്ന് മക്കളുടെ സ്കൂളിലേക്ക് പോകുന്നൊരു ദിവസമാണ്. സ്കൂളിലൊരു കോൺടെസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ വിൻ ചെയ്യുന്ന ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. കാരണം അവസാന നിമിഷം ഞാൻ ആകെ പൊട്ടി പാളീസായി വിഷമത്തിൽ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് നിങ്ങൾ കാരണം എനിക്കതിൽ വിൻ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. എങ്ങനെയാണ് നിങ്ങൾ കാരണം എന്നല്ല ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത് കേട്ടോ. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് തലേദിവസം അവരെന്നെ വിളിച്ചു, നിങ്ങൾ വിൻ ചെയ്തിട്ടുണ്ട്, നിങ്ങളാണ് ചീഫ് ഗസ്റ്റ് ആയിട്ട് വരുന്നത്, അപ്പോൾ സ്കൂളിലേക്ക് വരണം എന്നൊക്കെ പറഞ്ഞു. സാധാരണ 9 മണിയാകുമ്പോഴേക്കും നമ്മൾ എത്താറില്ല, എപ്പോഴും ലേറ്റ് ആവും. അപ്പോൾ അന്ന് അസംബ്ലിയിൽ വെച്ചിട്ട് നമുക്കുള്ള ഗിഫ്റ്റും പിന്നെ കുറേ കുട്ടികൾക്കുള്ള ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് തിരക്ക് പിടിച്ചിട്ട് വേഗം റെഡി ആയിട്ട് സ്പീഡായിട്ട് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. നമുക്ക് വേണ്ടിയിട്ട് അസംബ്ലിയിൽ അവർ വെയിറ്റ് ചെയ്യണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ദേ നമ്മൾ ഇറങ്ങാണ്. കുട്ടികൾക്ക് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഞാനിങ്ങനെ മക്കളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കൂളിലേക്ക് വരാണെന്ന് പറഞ്ഞു. അപ്പോൾ ഹേസു ചോദിക്കണ്ട, അമ്മ എൻ്റെ ക്ലാസ്സിലേക്ക് വരുമോ, എൻ്റെ കൂടെ പഠിക്കുമോ എന്നൊക്കെ വേണ്ടി ചോദിക്കുന്നുണ്ട് കേട്ടോ. അമ്മന്റെ ക്ലാസ്സാ? അപ്പൊ തുടങ്ങും. എന്ത് ക്ലാസ്സാണ് അമ്മക്ക്? ചുച്ചു ട്യൂഷനാണ് സ്കൂള്. അമ്മ അപ്പുറത്തിരുന്ന് നോക്കട്ടെ അയച്ചൻ അടിക്കണ്ടോ. മാം അടിക്കില്ലല്ലോ, പാവം മാം അല്ലേ. ആര് അടിക്കോ എന്ന് ചോദിക്കാട്ടാ. ശരി അമ്മി ചോദിക്കില്ല. ഓക്കെ ശരി. Mission began studying for our country. Yes, my country. And all Indians are. So this one. For presenting the reward, I welcome Hadi Hayan from grade 5 onto the stage. Come. Grade On 7. behalf of our school, our management, and what about the hiring and the other person also? Please come. There will be others. On behalf of the school
Yeah, please, give them the best. Thank you. നമ്മൾ സ്കൂളിൻ്റെ ഒരു പോസ്റ്റർ ഷെയർ ചെയ്യുന്ന ഒരു സംഭവമായിരുന്നു. വാട്സാപ്പിൽ ഞാൻ 8 നിലയിൽ പൊട്ടി. പക്ഷേ ഇൻസ്റ്റഗ്രാമിൽ അപ്പോഴാണ് വിചാരിച്ചത് ഓക്കെ ഇൻസ്റ്റഗ്രാമിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സമ്മാനം കിട്ടുമെന്ന് ചോദിച്ചാൽ അങ്ങനെ കിട്ടിയായിരുന്നു. ഫസ്റ്റ് ഞാൻ, പിന്നെ സെക്കൻഡ് എൻ്റെ അനിയത്തിക്കാണ് കേട്ടോ കിട്ടിയത്. അവർ വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇടുമ്പോഴേക്കും തന്നെ കുറേ വ്യൂസ് ഉണ്ടായിരുന്നു. എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുമ്പോൾ എൻ്റെ മക്കളുടെ മുന്നിൽ ഒരു ഗിഫ്റ്റ് വാങ്ങാന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമല്ലേ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ആ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് നിന്നത്. ഇത് എല്ലാവർക്കും ചെറിയൊരു സംഭവമായിരിക്കും, പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മക്കളുടെ കയ്യിൽ നിന്ന് അതൊന്ന് വാങ്ങുമ്പോൾ എൻ്റെ കണ്ണൊക്കെ നിറയുന്ന പോലെ ഉണ്ടായിരുന്നു കേട്ടോ. Assalamu alaikum warahmatullahi wabarakatuh. മാഷാഅല്ലാ. അപ്പൊ ഈ കുഞ്ഞു മക്കളോട് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് വന്നൊന്നല്ല, എങ്കിലും ചെറിയൊരു കാര്യം പറയാം. ഇപ്പൊ നിങ്ങൾ ചെറിയ സീഡ്സ് ഒക്കെ ഇങ്ങനെ മണ്ണിൽ കുഴിച്ചിട്ടിട്ടുണ്ടോ? ആരെങ്കിലും ഒക്കെ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ നമുക്ക് എന്തെങ്കിലും ചെടി വരുമോ? ഇല്ല. എത്ര ദിവസം എടുക്കും ഒരു മിനിമം? ഒരു 1 വീക്ക് എങ്കിലും നമുക്ക് ചെറുതായി ചില ചെടികൾ 3 ദിവസത്തിലൊക്കെ വരാം. എന്തിനാ ടൈം എടുക്കണമെന്ന് അറിയാമോ? അതിന്റെ അടിയിലേക്ക് ഫസ്റ്റ് എന്താ പോവാ? വേര് എന്തിനാ പോണെന്ന് അറിയോ? പുറത്തേക്ക് ആ ചെടി വന്നു കഴിഞ്ഞാല്, വെറുതെ ജസ്റ്റ് ഒരു ചെടി മാത്രം വന്നു കഴിഞ്ഞാല് അതിന് ചുറ്റിലും കാറ്റ്, മഴ ഒക്കെ വരില്ലേ? ആ സമയത്ത് നാടി വളഞ്ഞ് നശിച്ചു പോവാതിരിക്കാൻ ഫസ്റ്റ് അതിന്റെ ബേസ് ആയിട്ട് ഉള്ളിലേക്ക് എന്തിടണം? വേരിടണം. എങ്കിൽ മാത്രമേ പിന്നീട് തനിക്ക് ചുറ്റും വരുന്ന പല പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നാൽ അതിന് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു സംഭവമാണ് നിങ്ങളിപ്പോ ഈ സ്കൂളിൽ നിന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങളുടെ ബേസ് എന്താണ്? എഡ്യൂക്കേഷൻ ബേസ് ആയിട്ട് ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിങ്ങൾ ഉള്ളിലേക്ക് എത്രത്തോളം ആഴത്തിലേക്ക് നിങ്ങൾ ഇറക്കുന്നോ എങ്കിൽ മാത്രമേ ഭാവിയിൽ നിങ്ങൾ വലുതായി കഴിഞ്ഞാല് നിങ്ങൾക്ക് ചുറ്റിലും വരുന്ന പല പ്രശ്നങ്ങളും വരാം. ഇനി ഒരു പെൺകുട്ടി ആണെങ്കിലും ആൺകുട്ടി ആണെങ്കിലും ഭാവിയിൽ നമുക്ക് സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെയിൻ ഫാക്ടർ എന്താണ്? എഡ്യൂക്കേഷൻ അല്ലെ? ഞാൻ ഇങ്ങനെ ഒരു സ്കൂൾ ചൂസ് ചെയ്യാനുള്ള കാരണം എന്താണെന്നറിയോ? ആ എഡ്യൂക്കേഷൻ നമ്മുടെ ഭാവിയിൽ കുട്ടികൾക്ക് വെറുതെ ഒരു നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ കല്യാണം കഴിച്ച് വേറെ വീട്ടിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുക അല്ലെ? ആ സമയത്ത് നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ നല്ല എഡ്യൂക്കേഷൻ വേണം. വീട്ടിലെ പണികളൊക്കെ നമ്മൾ ചെയ്യുന്നത് അന്തസ് തന്നെയാണ്. പക്ഷേ ഒരു ഏർണിങ്സ്, നമ്മുടെ കയ്യിൽ ഒരു ഏർണിങ്സ് ഉണ്ടാവുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ആ ഒരു ഏർണിങ്സ് നമ്മുടെ കയ്യിൽ ആ ഒരു പവർ ഉണ്ടെങ്കിൽ നമ്മളെ ആരും ചവിട്ടി താഴ്ത്താനോ അടിച്ചമർത്താനോ ഉള്ള ഒരു സിറ്റുവേഷൻ മാക്സിമം 95% നമുക്ക് കുറയ്ക്കാൻ പറ്റും. സോ വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ ഈസ് മോർ ദാൻ ഭയങ്കര ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനേക്കാളും ഇമ്പോർട്ടന്റ് ആണ്. സോ നന്നായിട്ട് പഠിക്കുക എല്ലാവരും. കുറച്ചും കൂടെ ഇപ്പൊ 7ാം ക്ലാസ് കുട്ടികൾക്ക് ആണെങ്കിൽ ഇപ്പൊ ഈ കാലഘട്ടത്തിൽ അങ്ങനെയൊന്നുമില്ല. വിവാഹത്തിനെ കുറിച്ചിട്ടൊക്കെ ഒരു 10-18 വയസ്സ് കഴിഞ്ഞാൽ ചിന്തിക്കും. ഒരിക്കലും അങ്ങനെ ചിന്തിക്കാതെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാതിരിക്കാം. ഒരു നല്ലൊരു ജോബ് ആയതിനു ശേഷം അങ്ങനെ ചിന്തിക്കാം. ഓക്കെ, ആ ക്ലാസ് എല്ലാവരും നന്നായിട്ട് പഠിക്കുക, പ്രാർത്ഥിക്കുക, മാതാപിതാക്കൾ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. Thank you, ma'am. In a very simple manner. Everybody understood, right? Yes. Everybody will follow that also. എനിക്കത് ഒത്തിരി സന്തോഷം ഉണ്ടാക്കാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ മക്കൾ പഠിക്കുന്ന സ്കൂളിൽ നമ്മൾ ചീഫ് ഗസ്റ്റ് ആയിട്ട് പോവാന്ന് പറയുന്നത് അപൂർവം ചിലർക്ക് മാത്രം കിട്ടുന്ന ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അത് എന്തായാലും നിങ്ങളെപ്പോലെ ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു അവസരം കൂടി കിട്ടിയത്. പിന്നെ ഈ സ്കൂളിനെ കുറിച്ച് എടുത്തു പറയണം, ഒരുപാട് നല്ല കാര്യങ്ങൾ മക്കളെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയോടെയൊക്കെയാണ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങളുടെ മക്കളെ ആരെങ്കിലും ഇതുപോലെയുള്ള സ്കൂളിൽ ചേർത്തണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ സ്കൂളിൽ ചേർത്തണം എന്നുണ്ടെങ്കിൽ അവരുടെ ഫോൺ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ഇതൊരു പ്രൊമോഷനായിട്ട് കരുതണ്ട, എനിക്ക് അത്രയും ഇഷ്ടമുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. നമുക്ക് ധൈര്യത്തിൽ വിടാം. അവരെ കുറിച്ചിട്ടുള്ള ബാക്കിയുള്ള ചിന്തകളൊന്നും നമുക്ക് വേണ്ട. ടീച്ചേഴ്സൊക്കെ നല്ല ഫ്രണ്ട്ലി ആയിട്ട്. ഹയാനക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്കൂളാണ് കേട്ടോ. ഹയാനും കൂടെ അവിടെയാണ് പഠിക്കുന്നത്. 8th വരെയാണ് ഇനിയുള്ളത്. അവർ അഡ്മിഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്ത് നോക്കുക. അവിടുത്തെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ.
വീട്ടിൽ പോയിട്ട് ആ ഗിഫ്റ്റ് പൊളിച്ചില്ല. മക്കള് വന്നിട്ട് മക്കള് മുമ്പിൽ തന്നെ ഓപ്പൺ ചെയ്യാന്ന് പറഞ്ഞിട്ട് അത്രയും നേരം വെയിറ്റ് ചെയ്ത് നിന്നു കേട്ടാ. കാരണം അവർക്ക് വരുമ്പോ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കുമല്ലോ, എന്തായിരിക്കും മമ്മിക്ക് കിട്ടിയത് എന്ന് പറഞ്ഞിട്ട്. ആ ഇരിക്കും, ആ പൊളിക്ക്. നിക്ക് ചുച്ചു കുറച്ച് പൊളിക്കട്ടെ. ചുച്ചുക്ക് ഇഷ്ടപ്പെട്ടില്ല. മുടിന്റെ ഒക്കെ കോലം നോക്ക്. ഹോട്ട് ബോക്സ് എന്താണ്? ടോയ്സ് ആണ് വിചാരിച്ചാ? ആ, അതിന് ചുച്ചുവിന്റെ ഗിഫ്റ്റ് അല്ല, ഇത് അമ്മയ്ക്ക് തന്ന ഗിഫ്റ്റ് അല്ലേ? ടോയ്സ് ആണ് വിചാരിച്ചത്ര. അയാൻ ഇതറാ ചുച്ചു മുഖം നശിപ്പിച്ച്. സാറിന് പറഞ്ഞു കൊടുക്കട്ടെ. ആ നല്ലത് കേട്ടാ, നല്ല രസമുണ്ട്. തിരിക്കി തിരിച്ചു തുറക്കാം. ശരി, മുടി കെട്ടിത്തരാ. ബാ ഇച്ചുമണി, എന്റെ ചിന്നിനത് ഒയ്യടി മൂക്കൊക്കെ ഒലിക്കുന്നുണ്ട്. ബാ എല്ലാരും റെഡിയാക്കി തരാം.